5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2 ഘട്ടങ്ങളിലായി 3 വർഷം കൊണ്ട് സെൻസസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കി. 2 ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തുക. ആദ്യഘട്ടത്തിൽ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ HLO, ഓരോ വീട്ടിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ്, എത്ര ആളുകളുണ്ട്, അതെല്ലാം കണക്ക്. തുടർന്ന് ജനസംഖ്യയെ സംബന്ധിക്കുന്ന കണക്കെടുക്കും. പോപ്പുലേഷനെ സംബന്ധിച്ച കണക്കെടുക്കും, പോപ്പുലേഷൻ ഇവാലുവേഷൻ. 2 ഘട്ടങ്ങളിലും ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, സാമൂഹ്യ സാമ്പത്തിക സ്ഥിതികൾ, സാംസ്കാരികമായ കാര്യങ്ങൾ, മറ്റ് കന്നുകാലികൾ എല്ലാവരും സംബന്ധിക്കുന്ന വിവരങ്ങളെടുക്കും. ലഡാക്കിലും ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ മഞ്ഞ് മൂടി കിടക്കുന്ന മേഖലകൾ ഉൾപ്പെടെ സെൻസസ് അടുത്ത വർഷം ഒക്ടോബർ 1-നാണ് ആരംഭിക്കുക. സെൻസസ് നടപടികൾ 2027 മാർച്ച് 1-ന് ആരംഭിച്ച് ഏകദേശം 34 ലക്ഷം എന്യൂമറേറ്റർമാർ, ചെറിയ നമ്പർ അല്ല കേട്ടോ, എന്യൂമറേറ്റർമാരും 1.3 ലക്ഷം സെൻസസ് ഓഫീസർമാരെയും പ്രവർത്തകരെയും നിയോഗിക്കും. വലിയ ഒരു സന്നാഹമാണ് ഈ രാജ്യത്ത് ചെയ്യുന്നത്. രാജ്യത്തെ 16ാമത്തെയും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8ാമത്തെയും സെൻസസാണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ സെൻസസിൻ്റെ വലിയൊരു പ്രത്യേകത 93 വർഷങ്ങൾക്ക് ശേഷം, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം, ബ്രിട്ടീഷുകാരാണ് ആദ്യമായി ജാതി സെൻസസ് എടുത്ത് ഈ ജാതി കുഴപ്പമല്ല ഇവിടെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. 93 വർഷത്തിന് ശേഷം ആദ്യമായി ജാതി സെൻസസ് എടുക്കുകയാണ്. ജാതി സെൻസസ് എടുക്കുന്നതിനെതിരെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും പല മുന്നോക്ക സമുദായങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ എതിർപ്പുണ്ട്. ജാതി സെൻസസ് പാടില്ല. അതേസമയം പിന്നോക്ക സമുദായങ്ങൾ ജാതി സെൻസസ് നിർബന്ധമായി എടുക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ ഇത് എത്രയാണ് കണക്കെന്ന് അറിയാൻ പറ്റും. എന്തായാലും 93 വർഷങ്ങൾക്ക് ശേഷം എല്ലാ വിവാദങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ വിവാദങ്ങളെല്ലാം മതിയാക്കിക്കൊണ്ട് 93 വർഷത്തിന് ശേഷം സെൻസസ് എടുക്കുകയാണ്. അതായത് കോവിഡ് കാരണം നമുക്ക് 2021-ൽ സെൻസസ് എടുക്കേണ്ടിയിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചു. അതിപ്പോൾ മാറ്റിവെച്ചതിന് ശേഷമാണ് 2027-ൽ സെൻസസ് 27ഓടുകൂടി പൂർത്തിയാകുന്ന നിലയിൽ സെൻസസ് വരുന്നു. ഈ സെൻസസ് വരുന്നതോടുകൂടി നമുക്ക് രാജ്യത്ത് എത്ര പോപ്പുലേഷൻ ഉണ്ടെന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള കണക്ക് കിട്ടും. അതുപോലെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ മറ്റ് ജീവിത നിലവാരം, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് കിട്ടും. ഇപ്രാവശ്യത്തെ സെൻസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജാതിയുടെ ഒരു സെൻസസ് കൂടി എടുക്കുന്നു. അതിൽ ഒരു ആശങ്കയുമുണ്ട്. ഈ ജാതി സെൻസസ് എടുത്തു കഴിയുമ്പോൾ ജാതി സമവാക്യങ്ങൾ ചിലപ്പോൾ മാറും. അതിൽ മതത്തിൻ്റെയും ജാതിയുടെയും സമവാക്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയ ഡിമാൻഡുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ സർവീസിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ എത്ര ശതമാനം ഓരോ ജാതിയിലും പെട്ടവർ ഉണ്ട് എന്നൊക്കെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളും വിതർക്കങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ തന്നെ മുന്നോക്ക സമുദായക്കാരും പിന്നോക്ക സമുദായക്കാരും 2 തട്ടിൽ നിന്നുകൊണ്ടാണ് പോരടിക്കുന്നത്. ജാതി സെൻസസ് പാടില്ല എന്നൊരു വിഭാഗവും ജാതി സെൻസസ് എടുക്കണം എന്നൊരു വിഭാഗവും. എന്തായാലും അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ജാതി സെൻസസ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള സെൻസസ് എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 2027, 2 വർഷക്കാലം കൊണ്ട് നമുക്ക് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള എല്ലാ സെൻസസ് കണക്കുകളും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അത് പ്രോസസ്സ് ചെയ്ത് വരാൻ പിന്നെ സമയമെടുക്കും. തീർച്ചയായിട്ടും ഇനി നമുക്കുള്ള 21-ൽ എടുക്കേണ്ടിയിരുന്നതായിരുന്നു. നമുക്ക് കോവിഡ് കാലത്ത് അത് നടന്നില്ല. എന്തായാലും വളരെ ഗൗരവമായി നമുക്ക് ജാതി സെൻസസിൻ്റെ പരിപാടികൾ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. പൊതു സെൻസസ് എടുക്കുന്നു. അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ എന്യൂമറേറ്റർമാർ വന്ന് നമ്മുടെയൊക്കെ ജാതിയും മതവും വർഗവും ഗോത്രവും പണവും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കും. ഇത് വലിയ സംഘർഷത്തിലേക്ക് പോകാതിരിക്കട്ടെ. നമ്മുടെ രാജ്യത്തിലെ ജനസംഖ്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ആയതുകൊണ്ട് തന്നെ ഈ നടപടിയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ ഒന്നാണ് രാജ്യത്തിലെ ജനങ്ങളുടെ സെൻസസ് അല്ലെങ്കിൽ കണക്കെടുപ്പ് നടക്കട്ടെ. അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നമുക്ക് ആവശ്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടട്ടെ. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ടായിരിക്കും നാളത്തെ ഭാരതത്തെ, വികസിത ഭാരതത്തെ രൂപപ്പെടുത്തുന്നത്. തീർച്ചയായും ഈ സെൻസസ് നടക്കട്ടെ. ഭംഗിയായി തന്നെ നമുക്കതിൽ സഹകരിക്കാം.